എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ അടുക്കളയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഇത് ഈ കാണുന്ന കോളിഫ്ലവർ ആട്ടോ. ഇത് വെച്ചിട്ട് ഒരു കറിയും ചപ്പാത്തിയാണ് ഇന്നത്തെ താരം. മക്കൾക്ക് ലഞ്ച് ബോക്സിനും ഇതാണ് കൊടുത്തയക്കണത്. അത് മാത്രമല്ല, പണികളൊക്കെ ചടപടയെന്ന് ചെയ്ത് വെച്ചിട്ടേ സ്ഥലം വരെ പോകാനുണ്ട്. കുറെ കാലമായി ഗുരുവായൂർ പോണമെന്ന് വിചാരിക്കുന്നു. ആകെ കൂടി കിട്ടുന്നത് ഞായറാഴ്ചയാണ് ലീവ്. അന്ന് ഗുരുവായൂർ അമ്പലനടയ്ക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കാവും. അപ്പൊ വേഗം പണികളൊക്കെ തീർത്ത് വെച്ചെന്താ മക്കളേനും സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഗുരുവായൂർക്ക് പോവാൻ ഞാൻ ഏട്ടനും കൂടി പ്ലാൻ ഇട്ടുണ്ടായിരുന്നേ. കുറേ കാലത്തിന് ശേഷം മക്കള് രണ്ടുപേരും ഇല്ലാതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ദിവസം കൂടിയാണ് കേട്ടോ. വിക്രമം ഉണ്ടായതിന് ശേഷം റയറായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോവാറുള്ളത്. ഞങ്ങളിങ്ങനെ രണ്ടുപേരും മാത്രമായിട്ട് ഇവിടെ വന്ന കാര്യം പോലും മക്കള് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ പിന്നെ പരാതിയായി പരിഭവമായി. അപ്പൊ അറിയാതിരിക്കണതാണ് ഏറ്റവും നല്ല കാര്യം. അമ്പലത്തിൽ ചെന്ന പാടെ ഞങ്ങള് ക്ലോക്ക് റൂമില് ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കും. ഉള്ളിലേക്ക് കയറാൻ അതൊക്കെ അവിടെ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങള് ഉള്ളില് കയറി തൊഴുതിറങ്ങി ഫോണും അതുപോലെ ബാഗൊക്കെ വാങ്ങി വന്നു കേട്ടോ. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കാറുണ്ട്. പക്ഷെ കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. നമുക്ക് വേഗം തന്നെ ഊണ് കഴിക്കാൻ പറ്റും. നല്ല മോരുകൂട്ടാനും എരിശ്ശേരിയും ഉപ്പേരിയും തൈരൊക്കെ കൂട്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ചോറിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അസമൃദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും വെജ് ഐറ്റംസിനോട് ഇഷ്ടമല്ലാത്ത എൻ്റെ ഏട്ടൻ പോലും ഗുരുവായൂരപ്പൻ്റെ ചോറ് നല്ല ആസ്വദിച്ച് കഴിക്കുകയെ. തിരിച്ചു വരുമ്പോൾ പാൽപ്പായസം വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ലക്കിക്കും ഇക്കുറിനൊക്കെ നല്ല ഇഷ്ടമാണ് അവിടുത്തെ പാൽപ്പായസം. പിന്നെ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് കിഴക്കേ നടയുടെ അവിടെയുള്ള പ്രിയങ്ക ഫാൻസി. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കയറി. അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ലോക്കറ്റ്. പിന്നെ കുറച്ച് കമ്മലും കയ്യുമ്മ ഇടാൻ പറ്റിയ 1-2 ഐറ്റംസ് ഒക്കെ വാങ്ങിയായിരുന്നു. കുറെ കാലമായിട്ട് ലോക്കറ്റ് ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. മിക്ക സ്ഥലത്തും ഞങ്ങൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഏട്ടൻ കുറച്ച് ദൂരെ ആയിരിക്കും, ഞാൻ പിന്നാലെ മെല്ലെ പതുക്കെ മൂളിപ്പാട്ടും പാടിയേ എത്തുള്ളൂ. രാവിലെ ചെറിയ മഴ കണ്ടപ്പോഴാണ് ഞങ്ങൾ ബൈക്ക് എടുക്കാതെ ബസ്സിൽ പോകാന്നുള്ള പ്ലാൻ ഇട്ടത്. പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ വരുമ്പോൾ ആകെ കൂടി ഒരു 1/4 മണിക്കൂർ നേരത്തെ യാത്രയുള്ളെങ്കിലും ബസ്സിൽ ചടച്ചിരുന്നപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിട്ടാണ്. ബസ്സിൽ കുറേ നേരം ഇരിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന വഴിക്ക് എന്നെ കൊണ്ടൊരു പാക്കറ്റ് എള്ളുണ്ട വാങ്ങിപ്പിച്ചായിരുന്നേ. ചുമ്മാ വെറുതെ കുറച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ എള്ളുണ്ടിയും കടലമിഠായി മിക്ക സ്ഥലത്തുനിന്നും പോയി കഴിഞ്ഞാൽ ഞാൻ വാങ്ങാറുള്ള ഐറ്റംസാണ്. രണ്ടും എൻ്റെ കയ്യിൽ നല്ല സ്റ്റോക്ക് ഉണ്ടാവും. 2 മേട്ടര് കുറയ്ക്കാൻ കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങ് കഴിച്ചു. പിന്നെ സത്യം പറയാലോ, മക്കളായിട്ടൊന്നും ഈ വക ഐറ്റംസ് ഒന്നും കഴിക്കില്ല. അവർക്ക് ഇത്തരം ഐറ്റംസ് അല്ല, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളും കയ്യിൽ കിട്ടിയ അതിലാണ് കമ്പം മൊത്തം. പൊതുവെ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഏട്ടൻ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറേ കാലം ഞങ്ങൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ലീവ് കിട്ടിയ ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലൊക്കെ അത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുറേ നേരം അത് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോവായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ആ സംഭവം രാത്രിക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടതാ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. നേരത്തെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഈ ബാറ്ററിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവേണ്ടതുണ്ട്. മിക്ക സ്ഥലത്തും ചിക്കനിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ റേറ്റ്സും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ഞാൻ പറയും ആ റേറ്റിന് ചിക്കനും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി വന്നാൽ നമുക്ക് കിട്ടുന്ന പീസിനെക്കാട്ടും ഒരു ഇച്ചിരി ഇരട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ വേഗം അങ്ങ് സെറ്റാക്കിയത്. കുറേ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. അപ്പോൾ ഏകദേശം ആ ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്ററാണ് കേട്ടോ. ഇത് കോട്ട് ചെയ്യാനുള്ള മൈദപ്പൊടിയാണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് കുളിക്കാൻ കയറിയത്. ബാക്കി ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നാത്തൂൻ്റെ മോൻ പൊന്നുട്ടനും കൂടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സിന്തേച്ചിനെയും കമ്മൂനൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങ് കഴിക്കാൻ കേട്ടോ. 2 തരം മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ ചേർത്തുകൊണ്ട് ഒരു ടൈപ്പ് മയോണൈസ്, പിന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ട മാത്രം വെച്ചിട്ട് വേറൊരു ടൈപ്പ് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പോലൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും പ്രത്യേകിച്ച് മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലക്കിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണിത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വട്ടടഞ്ഞിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.